നമ്മളെ SDP ബന്ധപ്പെടുത്തുന്നു. എവിടെയായിരുന്നു SDP-യും ഇടതുപക്ഷവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിറങ്ങിയവർ? SDP-കാരൻ്റെ കൈകൊണ്ട് ഈ കേരളത്തിനകത്ത് അഭിമന്യു കൊല ചെയ്യപ്പെട്ടപ്പോഴെന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുകയല്ലേ? മഹാരാജാസിന്റെ മുന്നിൽ 2018 ജൂലൈ മാസം 1-ാം തീയതി രാത്രി ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കൊലപാതകത്തിന് ഉത്തരവാദികളായി ഈ കേരളത്തിനകത്തെ ലക്ഷണമൊത്ത വർഗീയ ഭീകരവാദ സംഘടനയായ SDP-യുടെ പ്രവർത്തകരെ പ്രതികരിക്കപ്പെടുമ്പോൾ ആ കൊലപാതകത്തിലൊന്ന് അപലപിക്കാൻ ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, KSUക്കാരൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടില്ലേ? ഇപ്പൊ അഭിമന്യുവിനോട് തോരാത്ത സ്നേഹമാണ്. ഇപ്പൊ അഭിമന്യുവിനോട് അതികഠിനമായ സ്നേഹവും ആത്മബോധവും കേരളത്തിലെ KSUവിന് തോന്നുന്നതാണ്. എവിടെയായിരുന്നു അഭിമന്യു കൊല ചെയ്യപ്പെട്ടപ്പോ ഈ കേരളത്തിലെ KSU? എവിടെയായിരുന്നു അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം ഉണ്ടായപ്പോ ഈ കേരളത്തിനകത്തെ വലതുപക്ഷങ്ങളാകെയും കോൺഗ്രസും KSUവും ഉൾപ്പെടെ അന്ന് കൊലപാതകങ്ങൾക്കൊപ്പമാണ് അണിനിരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? അവരാണ് ഇന്ന് SDP-യെ ചാരി ഇടതുപക്ഷത്തെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു പുതിയ കാലത്തെ ന്യൂ നോർമൽ രാഷ്ട്രീയ പ്രവർത്തന തന്ത്രമാണ്. കള്ളം കയ്യോടെ പിടിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോൾ അപ്പുറത്ത് നിങ്ങളെ കള്ള എന്ന് വിളിക്കാൻ, നിങ്ങളുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ കെൽപ്പുള്ളൊരു എതിരാളി അപ്പുറത്തുണ്ടായാൽ ആ എതിരാളിക്ക് നേർ മുൻകൂട്ടി ആരോപണം ഉന്നയിക്കുക എന്ന ന്യൂ നോർമൽ രാഷ്ട്രീയത്തെയാണ് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഈ കേരളത്തിനകത്ത് പയറ്റുന്നതെന്ന് നാം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുകെട്ടിയത് കയ്യോടെ ഈ കേരളത്തിനകത്ത് പിടിക്കപ്പെടുമെന്ന് തിരിച്ചറിയുമ്പോൾ മറുവശത്ത് RSSനോട് ചേർന്നിരിക്കുന്നത്, വോട്ട് കച്ചവടം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, മണ്ഡലങ്ങൾ തിരിച്ച് കച്ചവടം നടത്തിയത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം കയ്യോടെ പിടിക്കുമെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ പിടിക്കാൻ വേണ്ടി, തുറന്നു കാണിക്കാൻ വേണ്ടി ഈ കേരളത്തിനകത്ത് ആശയപ്രദം നടത്തുന്ന ഇടതുപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ച രക്ഷപ്പെടാമെന്ന ന്യൂ നോർമൽ രാഷ്ട്രീയ തന്ത്രത്തെയാണ് ഈ കേരളത്തിൽ പ്രയോഗിക്കാൻ കോൺഗ്രസും KSUവും തയ്യാറായത്. ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ എല്ലാ കാലവും കേരളത്തിലെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസിനെയും KSUവിനെയും സഹായിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു പോയേക്കരുത്. നിങ്ങൾ ഈ കേരളത്തിനകത്ത് വർഗീയതയോട് തരാതരം പോലെ സന്ധി ചെയ്താണ് അധികാര കസേരയിലേക്കുള്ള സ്വപ്നം നെയ്തെടുത്തതെന്നത് ഈ കേരളത്തിന് ഇന്ന് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. നിങ്ങൾ ഈ രാജ്യത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന പ്രതിസന്ധിയെ പറ്റി ഓർക്കാൻ തയ്യാറാവുന്നുണ്ടോ? ആ പ്രതിസന്ധിയെ അഡ്രസ് ചെയ്യാനുള്ള രാഷ്ട്രീയാർജവം ഈ കേരളത്തിനകത്തോ രാജ്യത്തോ കോൺഗ്രസോ KSUവോ കാണിക്കുന്നുണ്ടോ? മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ ജാതി നോക്കി, മതം നോക്കി, വർഗം നോക്കി, വർണ്ണം നോക്കി, ജീവിക്കുന്ന പശ്ചാത്തലം നോക്കി, വേഷം നോക്കി ആക്രമിക്കാൻ ഈ രാജ്യത്തിനകത്ത് വർഗീയവാദികൾ എല്ലാ അധികാരവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ജനാധിപത്യ ബോധത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് രാജ്യത്ത് ഭരിക്കുന്ന RSS ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനും നിങ്ങളും പുസ്തകം കിട്ടുമ്പോൾ ആദ്യത്തെ പേജ് മറിക്കുമ്പോൾ കാണുന്ന ഇന്ത്യയുടെ പ്രിയാമ്പിളുണ്ട്. പ്രിയപ്പെട്ടവരെ, 9-ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് പ്രിയാമ്പിളിന്റെ ആശയത്തെ ഇന്ന് ഒഴിവാക്കാൻ NCERT തീരുമാനിച്ചിരിക്കുന്നു. എന്റെ പ്രിയാമ്പിളിനോട് രാജ്യം ഭരിക്കുന്നവർക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവുന്നത്? ആ പ്രിയാമ്പിളിൽ 2 വാക്കുകൾ ഉള്ളത് കൊണ്ടാണ്. ഒരു വാക്ക് സെക്യുലറിസമാണ്, മറ്റൊരു വാക്ക് സോഷ്യലിസമാണ്. സെക്യുലറിസവും സോഷ്യലിസവും ഉൾച്ചേർന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട്, ആ ഭരണഘടന ആമുഖത്തോട് എന്തെന്നില്ലാത്ത അസഹിഷ്ണുത, എന്തെന്നില്ലാത്ത വെറുപ്പ് രാജ്യം ഭരിക്കുന്നവർക്കുണ്ടാവുന്ന ഒരു ഇന്ത്യയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന്, നമ്മുടെ ഭരണഘടനയിൽ നിന്ന്, നമ്മുടെ ജീവിത മൂല്യങ്ങളിൽ നിന്ന് മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, വിശാലമായ സോഷ്യലിസ്റ്റ് ബോധത്തെ എഴുതി തള്ളുക എന്നതാണ്, ഒഴിവാക്കുക എന്നതാണ് രാജ്യം ഭരിക്കുന്നവർ രാഷ്ട്രീയ തന്ത്രമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരിടത്ത് വർഗീയത എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മറുവശത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഈ ഇന്ത്യയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. 2026-ലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 2026-ൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ
ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി എന്റെയും നിങ്ങളുടെയും രാജ്യം മാറിയെന്നാണ് RSSും BJPയും പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി എന്റെയും നിങ്ങളുടെയും ഇന്ത്യ മാറിയെന്ന് RSS കൊട്ടിഘോഷിച്ച് പ്രചരണം നടത്തുന്ന ഇതേ 2026 ഒഡീഷയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജിത്തുമുണ്ട എന്ന് പറയുന്ന ഒരു ട്രൈബൽ യുവാവിന് മരിച്ചുപോയ തൻ്റെ സഹോദരിയുടെ കുഴിമാടം വെട്ടിപ്പുളർന്ന ബാങ്കിലുണ്ടായിരുന്ന 20,000 രൂപ കൈപ്പറ്റാൻ വേണ്ടി മൃതശരീരവും അസ്ഥികൂടവും ചുവന്ന് ബാങ്കിലേക്ക് നടന്നു പോകേണ്ടി വന്നത് എന്ന കാഴ്ച ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പുരോഗമന ഡിജിറ്റൽ ഇന്ത്യയിൽ കാണുന്നുവെന്നത് നമ്മുടെ എല്ലാവരുടെയും മതനിരപേക്ഷതയെ, ജനാധിപത്യ ബോധത്തെ, പുരോഗമന ബോധത്തെ താഴേക്ക് ഇടിക്കുന്ന കാഴ്ചയായിട്ടല്ലാതെ എങ്ങനെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും? 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ അട്ടിമറിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലെന്ന് ചാപ്പുകുത്തി അവരുടെ ജീവിതത്തിന് മുകളിൽ കരുതൽ വീഴ്ത്തിയ ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്ത് സുരക്ഷിതരാണെന്ന് നമുക്ക് കരുതാൻ കഴിയുക? ഈ വേളകളിൽ എവിടെയാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധം വരുന്നത്? ഈ വേളകളിൽ എവിടെയാണ് കേരളത്തിലെ KSUവിന്റെ രാഷ്ട്രീയ പ്രചരണം മുന്നോട്ട് വരുന്നത്? ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നത് മാത്രമാണ്, SFIയെ ആക്രമിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന KSUവിന്റെയും കോൺഗ്രസിന്റെയും ഏക രാഷ്ട്രീയ ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയാണ്. ആ നിയമസഭ സമ്മേളിക്കുമ്പോൾ ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റിവെച്ച് കേരളത്തിനകത്ത് UDF MLA മാർക്ക് പഥ്യം SFIയെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയുള്ള മാവിൽ നിങ്ങൾ കല്ലെറിയുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും KSUകാരും മനസ്സിലാക്കിക്കൊള്ളണം. MLA ഹോസ്റ്റലിലും നിയമസഭാ മന്ദിരത്തിലും സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ ആളെ തട്ടിയിട്ട് നടക്കാൻ വയ്യെന്നാണ് കോൺഗ്രസ്സുകാരും അവിടുത്തെ നിയമസഭാ സാമാജികരും പറയുന്നത്. ഇവിടുത്തെ KSUക്കാരെല്ലാം വണ്ടി പിടിച്ച് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഓരോ നിയമസഭാ സാമാജികനും കുറിപ്പെഴുതി കൊടുക്കുകയാണ്. ക്യാമ്പസിൽ ഞങ്ങൾ പോയി പ്രസംഗിച്ചിട്ട് എൻ്റെ പൊന്നു കോൺഗ്രസ് MLA മാരെ ഒരു വിദ്യാർത്ഥിയും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിൽ പോയി വിവിധ ക്യാമ്പസിൽ ചെന്ന് SFIക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ആ SFIക്കെതിരെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും ക്യാമ്പസിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺഗ്രസ് MLA മാരായ നിങ്ങൾ ആ നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ SFIയെ 2 ചീത്ത പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വൃത്തിക്ക് 2 പറയണമെന്ന് ഇവിടുത്തെ KSU കുഞ്ഞുങ്ങൾ പോയി കോൺഗ്രസ് MLA മാരുടെ കാല് പിടിക്കുക. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് MLA എഴുന്നേറ്റ് നിൽക്കുമ്പോൾ KSUവിന്റെ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതി, SFIയുടെ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയെ പറ്റി വിശദീകരിക്കുകയാണ്.